ഹായ് ഹലോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? ഞങ്ങൾ സുഖമായി ഹാപ്പി ആയിരിക്കണം കേട്ടോ. അപ്പോൾ കുറേ ആയില്ലേ കണ്ടിട്ട്. അപ്പോൾ ഒരു ക്ലീനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നനച്ചുളി പണിയൊക്കെയാണ്. അപ്പോൾ ആദ്യം ഞാൻ റൂമിൽ നിന്ന് തുടങ്ങാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. സ്റ്റെപ്പായിട്ടാണ് ചെയ്യണത്. ഒന്നായിട്ട് ഒരു ദിവസം തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ റൂമിൽ ഞാൻ ആദ്യം തന്നെ കർട്ടനൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് പിന്നെ ജനലൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ പെയിൻറ്റ് ബ്രഷിലാണ് കേട്ടോ ഞാൻ തട്ടണ ജനൽ. അപ്പോൾ നന്നായി പൊടി പോകും. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് പൊടിയൊക്കെ നന്നായി ഞാൻ ജനൽ നന്നായി ക്ലീൻ ആക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ബെഡൊക്കെ ഒന്നെടുത്ത് മാറ്റണം വിചാരിക്കുമ്പോഴേക്കും ആശുക്കുട്ട എന്നുമില്ലാത്തത് അന്ന് വന്ന് കടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവനെയൊക്കെ ഒന്ന് സെറ്റാക്കി ഉമ്മയൊക്കെ കൊടുത്ത് മാറ്റിയിട്ടൊക്കെയാണ് പിന്നെ ബെഡൊക്കെ ഞാനൊന്ന് മാറ്റി അപ്പുറത്തെ ഹാളിൽ കൊണ്ട് വെക്കണത്. അപ്പോൾ എൻ്റെ ഹെൽപ്പിന് പിന്നെ മുകളിൽ നിന്ന് കുട്ടികൾ വന്നിട്ടുണ്ട്. അങ്ങനെ ബെഡിൻ്റെ വിരിപ്പൊക്കെ മാറ്റിയിട്ട് അങ്ങോട്ട് ഞങ്ങൾ ബെഡ് ഹാളിൽ കൊണ്ട് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഓരോന്നായിട്ട് റൂമിലത്തെ ബാഗും അതുപോലെ ആശുക്കുട്ടൻ്റെ ഓരോ സാധനങ്ങളൊക്കെ മാറ്റി ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി പൊടിയൊക്കെ തട്ടുമ്പോൾ അതിലേക്കാവും. അപ്പോൾ പൊടി തട്ടുന്നതിന് മുന്നേ ആദ്യം ഞാൻ ഓരോ സാധനങ്ങൾ അവിടുത്തെ എടുത്തിട്ട് ഹാളിൽ കൊണ്ടുവച്ചു. ഇനി മുകൾ ഭാഗമാണ് കേട്ടോ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ മുകളിലത്തെ ആ കുഷനും അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഞാൻ അവിടെ നിന്ന് വൃത്തിയാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ കുഷനൊക്കെ നല്ലത് തന്നെയാണ്. അപ്പോൾ ഒരു ഭാഗം അത് കീറിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ പഞ്ഞി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് മുകളിലേക്ക് വെച്ചാണ് ഇനി അതൊക്കെ ഒന്ന് ഒട്ടിച്ചിട്ട് വേണം ഒന്ന് സെറ്റാക്കി എടുക്കാൻ. അങ്ങനെ അപ്പുറത്തെ സൈഡത്തെയും ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആദ്യം ഞാൻ മാറ്റി ഹോളിലേക്ക് തന്നെ അങ്ങോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് ആദ്യം വാറാമലയൊക്കെ തട്ടിയ ശേഷം മാത്രമാണ് പൊടിയൊക്കെ തട്ടണത്. ആദ്യം ഒരു ഭാഗത്തത്തെ വാറാമല അതുപോലെ നല്ല പൊടിയുണ്ട് ഒക്കെ ഒന്ന് തട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ ക്ലോക്ക് അതുപോലെ കണ്ണടയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായി അവിടെ ഒന്ന് തട്ടിക്കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്തെ സൈഡത്തെ അതുപോലെ വാറാമലയും അതുപോലെ നല്ല പൊടിയും തട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പൊടികളുണ്ട് മുകളിൽ, നമ്മുടെ കയ്യെത്താത്ത ദൂരമല്ലേ, അപ്പോൾ നല്ല പൊടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ ആശുക്കുട്ടി വരുന്നുണ്ട് കേട്ടോ. അവൻ്റെ തലയിലും പൊടിയൊക്കെ ആണ്ട് പറഞ്ഞാൽ അറിയുന്നില്ല. അവന് പിന്നെ അങ്ങോട്ട് വരിക തന്നെ. പിന്നെ കുറച്ച് നേരമൊക്കെ ആൾ മുമ്പുറത്ത് പോയി കളിക്കാൻ പോയി. ആ സമയം കൊണ്ടാണ് ഞാൻ വൃത്തിയാക്കണത്. അങ്ങനെ മുകളിലത്തെ ആ സൈഡ് കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഇനി ഇപ്പുറത്തെ സൈഡൊക്കെ ഒന്ന് ഞാൻ നന്നായിട്ട് ഒന്ന് വാറാമല തട്ടിയിട്ട് അതുപോലെ പൊടിയൊക്കെ ഒന്ന് തട്ടുകയാണ്. ഒന്നിച്ചങ്ങോട്ട് ചെയ്യാണ്ട് നമ്മൾ ഓരോ പോർഷനായിട്ട് ഓരോ റൂമായിട്ടും ഒരു ഹാളായിട്ടും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര റിസ്ക് ഇല്ല നനച്ചുളി പണിക്ക്. ഇല്ലെങ്കിൽ ഒന്നായി ചെയ്യുമ്പോൾ നമ്മുടെ ഇടുപ്പും മുതുകും ഒക്കെ അങ്ങോട്ട് ബെൻഡായിട്ട് അവിടെ കിടക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ ചെയ്യണതാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ പൊടി തട്ടലൊക്കെ ഒരുവിധം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അയാനുവിൻ്റെ കബോർഡ് ഉണ്ട്, അത് ഞാനങ്ങോട്ട് ഹാളിലേക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കണം. അതും പൊടിയായിട്ടുണ്ട്, പിന്നെ അതൊന്ന് വൃത്തിയാക്കണം. അപ്പോൾ അത് ആദ്യം മാറ്റി വെക്കട്ടെ.
അങ്ങനെ ഒരു സൈഡാണ് കേട്ടോ ഞാൻ ജനാലയൊക്കെ തട്ടിയിട്ട്, ഇപ്പുറത്തെ സൈഡ് തട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ അതൊന്ന് തട്ടാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും പൊടി വന്ന് പിടിക്കുന്നത് ഈ ജനാലയിലായിരിക്കില്ലേ. അപ്പോൾ വൃത്തിയാക്കാനും ഭയങ്കര മടിയായിരിക്കും. ആദ്യം നന്നായിട്ട് അങ്ങോട്ട് തട്ടിയിട്ട് വേണം പിന്നെ തുടച്ചങ്ങോട്ട് എടുക്കാൻ. പിന്നെ റൂമത്തെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അപ്പുറത്ത് കൂടെ പോയിട്ട് ഒന്ന് ജനാലയൊക്കെ സൈഡിലൊക്കെ നല്ല പൊടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി വൃത്തിയാക്കുന്നുണ്ട്. ഈ ജനൽ വൃത്തിയാക്കൽ പണി ഭയങ്കര മെനക്കെട്ട പണിയാണ് അല്ലേ. എന്നാലും നമ്മൾക്ക് അതൊന്ന് വൃത്തിയാക്കി കണ്ടാൽ നല്ലൊരു ആശ്വാസമാണ്. അപ്പോൾ പിന്നെ വൃത്തിയാക്കിയല്ലേ പറ്റൂ. ഒരു ജനാല വന്നിട്ട് ഒരു പരുവായി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നാലും അത് വൃത്തിയാക്കിയിട്ട് വേഗം അങ്ങോട്ട് അടയ്ക്കുകയാണ്. പിന്നെ അത് ഞാൻ അധികം തുറക്കാറില്ല കേട്ടോ, അത് അങ്ങനെ പൊട്ടിയതുകൊണ്ട്. പിന്നെ അങ്ങനെ വൃത്തിയാക്കി ഒക്കെ സെറ്റായിട്ടോ. അപ്പോൾ ജനാലിൻ്റെ ഒക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊരു വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് അതിൽ ലിക്വിഡ് ഒഴിച്ചിട്ട് പിന്നെ ചെറിയ ഒരു തുണി എടുത്തിട്ട് ഞാൻ നന്നായിട്ട് അങ്ങോട്ട് അത് ക്ലീനാക്കി കൊടുക്കുന്നുണ്ട്, തുടച്ച് കൊടുക്കുന്നുണ്ട്. ഓരോ അഴികളായിട്ട് അങ്ങോട്ട് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ജനാലിൻ്റെ തുടയ്ക്കൽ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ജനാലയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം അതും ഇതുപോലെ ഞാൻ അങ്ങോട്ട് തുടച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നനച്ചുള്ളി പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് ജനലൊക്കെ അങ്ങോട്ട് ഫുള്ളായി അങ്ങോട്ട് തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും അങ്ങോട്ട് സെറ്റായി. അങ്ങനെ അടുത്തത് ഫാന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പൊടി തട്ടിയിട്ട് ഒന്ന് ഇതാക്കുന്നുണ്ട്. ഫാന് ക്ലീൻ ആക്കണ എന്താ ഇതില്ല എൻ്റെ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ചൂൽമേൽ തന്നെ ക്ലീൻ ആക്കുന്നുണ്ട്. അങ്ങനെ നന്നായി പൊടി തട്ടണം. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് വരില്ലല്ലോ. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഫാനൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. അങ്ങനെ പിന്നെ താഴെ മുകളിൽ തൊട്ട് അങ്ങനെ പൊടിയൊക്കെ ക്ലീനാക്കി എടുത്ത് താഴെ നന്നായി പരന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ അടിച്ച് വിട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആശുക്കുട്ടീൻ്റെ കബോർഡ് ഒന്ന് ഞാൻ ഹാളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അങ്ങനെ റൂം അങ്ങനെ ഫുള്ളായി ഒന്ന് അടിച്ചു വിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ കട്ടിലിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായി അടിച്ചു വിട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ നല്ല പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരുന്നുണ്ട്. എന്നിട്ട് വേണം എനിക്കത് കട്ടിലൊന്ന് ഞാനൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് മാറ്റിയിട്ടാൽ എന്നാൽ പൊടിയും നന്നായി പോവും, ക്ലീൻ ആവുകയും ചെയ്യും. അപ്പോൾ നമുക്കതൊന്ന് മാറ്റിയിടാം. അങ്ങനെ കട്ടിലും അതുപോലെ ഞാൻ നന്നായി ക്ലീനാക്കി തുടച്ച ശേഷം അതിൻ്റെ സൈഡ് വശങ്ങളിലും ഒന്ന് രണ്ട് ഭാഗവും അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് പിന്നെ ഞാൻ അങ്ങോട്ട് കട്ടിൽ മാറ്റി അങ്ങോട്ട് സൈഡിലേക്ക് ഇടുന്നത്. അങ്ങനെ ഞാൻ കട്ടിൽ ഒരു വശത്തേക്ക് മാറ്റിയിട്ട് കൊടുക്കും.
എടുത്തു കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പെരുമാറാനും കുറച്ച് സ്ഥലമായല്ലോ. പിന്നെ ഇതുപോലെ ഡീപ്പ് ക്ലീനിങ് ആകുമ്പോഴാണ് ഞാനിങ്ങനെ ഇപ്പുറത്തൊന്നിടും പിന്നെ അപ്പുറത്തേക്ക് ഒന്ന് മാറ്റിയിട്ട് കൊടുക്കൽ. അപ്പോൾ അങ്ങനെ സെറ്റായിട്ടുണ്ടല്ലോ അല്ലേ. ഇനിയിപ്പോൾ എന്താ ആ കബോർഡ് ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം മുകളിലത്തെ സൈഡ് വൃത്തിയാക്കുന്നുണ്ട്. അത് എന്താ ഉള്ളിലൊക്കെ ഞാൻ ഷെൽഫ് ഡ്രസ്സൊക്കെ ഒന്ന് അടുക്കി വെച്ച് വൃത്തിയാക്കിയതാണ് കേട്ടോ 2 ദിവസം മുന്നേ. അപ്പോൾ പിന്നെ അത് വൃത്തിയാക്കാനില്ല. അപ്പോൾ ഞാൻ പിന്നെ അതൊന്ന് മുകളിലും താഴെയായിട്ട് അങ്ങോട്ട് തുടച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കട്ടലിൻ്റെ അടിയും ആ സൈഡ് ഭാഗവും ഒക്കെ ഡീപ്പ് ക്ലീനായിട്ട് അങ്ങോട്ട് തുടച്ചങ്ങോട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ വാതിലിൻ്റെ ഇടയിലൊക്കെ നന്നായി അഴുക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി അതും ഒന്ന് സെറ്റാക്കി എടുത്തു കേട്ടോ. ഈ ക്ലീനിങ്ങിന് നിൽക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നാഷ്ടപ്പണിയും അതുപോലെ ചോറും കറിയൊക്കെ റെഡിയാക്കിയിട്ട് വേണം ഈ ക്ലീനിങ് പരിപാടിക്ക് നിൽക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് അവിടേക്ക് ചെയ്യുക പറയുമ്പോൾ അത് ഒരു പെൻഡിങ്ങായി പിന്നെ പറ്റുകയില്ല. ക്ലീനിങ്ങും നടക്കില്ല, നമ്മുടെ ചോറും കറി വെക്കലും നടക്കില്ല. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ഞാൻ നാഷ്ടപ്പണിയൊക്കെ റെഡിയാക്കി. അപ്പോൾ പിന്നെ ഉമ്മ പിന്നെ അവിടെ ചോറും കറിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്കതൊരു ഹെൽപ്പായി. അപ്പോൾ പിന്നെ മുകളിലത്തെ സാധനങ്ങളൊക്കെ ഞാൻ അവിടെ എടുത്തവിടെ തന്നെ ക്ലീൻ ആക്കിയിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ ആദംകുട്ടൻ കളി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് പെട്ട് പിടിച്ച് ഇടാൻ ഒന്ന് വിളിച്ചതാണ്. അപ്പോൾ പിന്നെ ഞാനും അവനും കൂടി മല്ലി കെട്ടി അതിനൊന്ന് മോളിക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി പിന്നെ അത് അപ്പം തന്നെ അതിന് ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചു കൊടുത്ത് ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചു കൊടുത്തിട്ട് ഞാൻ കയ്യോടെ തന്നെ ജനലുകൾ അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് വെളിച്ചവും വരിക, പൊടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നല്ല കാറ്റും അല്ലേ ഇപ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ വേഗം അങ്ങോട്ട് ജനാലയൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. തീവണ്ടി പോലെ എന്താ അങ്ങനെ കൊണ്ടുവരുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും കേട്ടോ. അത് ആയാനുവിൻ്റെ കബോർഡാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കിയിട്ട് വെക്കണമെന്നുള്ള ഒരു പാടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ അങ്ങോട്ട് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഓരോ തട്ടായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വൃത്തിയാക്കാനൊക്കെ എളുപ്പമായിരിക്കും. പക്ഷെ അതേപോലെ അതിൻ്റെ ആ കറക്റ്റ് പൊസിഷനിൽ വെച്ച് ഇങ്ങനെ തട്ടാക്കിയിട്ട് എടുത്ത് വെക്കാനാണ് ഭയങ്കര പാട്. അതിന് കുറച്ച് സമയമാവും. പിന്നെ നമ്മൾ ശരിയാക്കി വന്നാൽ പിന്നെ അത് വീണോളും. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഒന്ന് അങ്ങോട്ട് കറക്റ്റാക്കി വെച്ചു. അങ്ങനെ കബോർഡൊക്കെ കറക്റ്റായി റെഡിയായപ്പോൾ പിന്നെ ഞാൻ അയാനുവിൻ്റെ തുണികളൊക്കെ കയ്യോടെ തന്നെ വേഗം മടക്കിയിട്ട് വെച്ച് കൊടുത്തു കേട്ടോ. പാൻറ്റ് വെക്കേണ്ട അവിടെയും ഷർട്ട് വെക്കേണ്ട അവിടെയും അങ്ങനെയൊക്കെ ഒന്ന് സ്റ്റെപ്പായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്ത് അതൊന്ന് റെഡിയാക്കി. അപ്പം അങ്ങനെ ബെഡ്റൂമിൻ്റെ ഡീപ്പ് ക്ലീനിങ് പരിപാടി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് ബെഡ്റൂമിൻ്റെ ഒരു വ്യൂ ആണിത്. എങ്ങനെയുണ്ട്? സൂപ്പറായില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബായ്.